ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബോട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ബീഫിൻ്റെ ബോട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഉപ്പയും കൂടിയിട്ട് നല്ലോണം വൃത്തിയാക്കി അതങ്ങനെ കട്ട് ചെയ്തെടുക്കലാന്ന്. ചിലവർക്ക് ബോട്ടിയുടെ സ്മെല്ലും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. എനിക്കെല്ലാം ആദ്യമെല്ലാം അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ ആക്കിക്കൊണ്ടുവന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം പിന്നെ സെറ്റായി. അതെല്ലാം കഴിച്ച് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കലാന്ന്. അപ്പോൾ ഇതെങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ഇത് വേവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കലാന്ന്. ഞാനിപ്പം പുറത്തടുപ്പത്താണ് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ അതിന് ശേഷം വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണം. പിന്നെ മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും 2 ബൾബ് വെളുത്തുള്ളി, 10 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാള 4 എണ്ണം, പിന്നെ 3 ടൊമാറ്റോ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിലോ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കറാമ്പട്ട, ഏലക്കായ്, പിന്നെ ബേ ലീഫ് അതെല്ലാം ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ, സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടതും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിന്ന് ഗ്രേവി രൂപത്തിലുള്ളതാണ് എടുക്കുന്നത്. ഇത് നല്ലോണം ഫ്രൈ പോലെ ആക്കിയിട്ടും എടുക്കാവുന്നതാണ്. നല്ലോണം സവാള വാട്ടിയെടുത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ ആണ്. നല്ലോണം ഫ്രൈ ആയതിന് ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. 3 ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. എങ്ങനത്തെ രീതിയിൽ മുറിച്ചാലും കുഴപ്പമില്ല. കാരണം എന്തായാലും ഇതിൽ നിന്ന് നല്ലോണം വെന്തിട്ട് അടിയുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച ബോട്ടി ഉണ്ട്, അതെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളത്തോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്തായാലും കുറച്ചും കൂടി ഇതിൽ നിന്ന് തിളച്ചിട്ട് നല്ലോണം വറ്റി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തോടെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയൊക്കെ ചേർക്കണം. അങ്ങനെ അത് ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. അങ്ങനെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ആദ്യമേ ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാൻ, ഞാൻ ഈ സമയത്താണ് ചേർത്തിട്ടുണ്ടായത്. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ചെറുനാരങ്ങ നീര്, അരമുറി ചെറുനാരങ്ങ നീരാണ് ഞാൻ എടുത്തത്. ഓവറായാലും ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ അരമുറിയാണ് എടുത്തിട്ടുണ്ടായത്. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി തന്നെ ഇടണം. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ കുരുമുളക് പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ ജീരകം അതേ നെയ്യിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ ഇതിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് 1 ടീസ്പൂണ് വേണ്ട, 1/2 ടീസ്പൂണ് നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നെ മീറ്റ് മസാല, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം എല്ലാ പൊടികളും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് തേങ്ങാപ്പാൽ, 2 തേങ്ങാപ്പാലും 1 തേങ്ങാപ്പാലും എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 തേങ്ങാപ്പാലാണ്. അപ്പോൾ അതങ്ങനെ ചേർത്തിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം. അതിന് ശേഷം 1 പാലും ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 തേങ്ങാപ്പാലിൻ്റെത് കുറച്ചും കൂടി ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ നല്ലോണം വറ്റിച്ചെടുത്തിട്ടാകുമ്പോൾ നമ്മളെ ബോട്ടി റെഡിയായി. പിന്നെ അപ്പോൾ നമ്മളെ ബോട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ പറയണേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.